ഫുഡ് ഡെലിവറി ബോയ്സിന്റെ അടുത്തൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള അവരെ കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യിപ്പിച്ച് അവരിത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഫുഡ് തിരിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് കഴിപ്പിക്കുക, ഒരു സെന്റിമെന്റൽ അപ്രോച്ച് അവരോട്. അതുപോലെ പല പല ഇപ്പം വീട്ടിലൊരു മെയ്ഡായിട്ട് വരുന്ന ആളോട് നമ്മളൊരു റെസ്പെക്ട്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓഫീസ് ആണെങ്കിൽ പോലും അവിടുത്തെ സെക്യൂരിറ്റിക്ക് 20,000 ആയിരിക്കും, അവിടെ മേ ബി ജസ്റ്റ് കയറിയ ഒരു സ്റ്റാഫിന് 15,000 ആയിരിക്കും. പക്ഷെ ഈ 15,000 വാങ്ങുന്ന ആൾക്ക് ഭയങ്കരമായിട്ടുള്ള കമ്പാരിറ്റീവ്ലി പ്രിവിലേജസ് ആൻഡ് റെസ്പെക്ട് കിട്ടും. സെക്യൂരിറ്റി അല്ലേ, ഏർണിംഗ് അല്ല നോക്കുന്നത്. അപ്പം ആ ഒരു സംഭവം കൂടിയല്ലേ നമ്മുടെ നാട്ടില്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ജോലിയും ചെയ്യാം, അഭിമാനത്തോടു കൂടി എന്ത് ജോലിയും ചെയ്യാവുന്ന ഒരു സ്ഥിതി നമുക്കില്ല. കാര്യം നമ്മളെ ജോലി വെച്ച് കാറ്റഗറി ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർക്ക് ആ ജോലിയാണ്, ഇവർക്ക് ഈ ജോലി. മനുഷ്യത്വമുള്ള ഒരാളെ നമുക്ക് ആർക്കും തിരിച്ചറിയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷെ ജോലി കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. ഹീസ് എ ഡോക്ടർ, ഹീസ് ആൻ എഞ്ചിനീയർ. പക്ഷേ മനുഷ്യത്വമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുന്നവർ ചിലപ്പോൾ വിളിച്ചത് പോലും അവർക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പം വിദ്യാഭ്യാസവും സമൂഹവും ഇന്നിപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നില്ല പണ്ട് പഠിച്ചിറങ്ങിയവരുടെ അത്രയും പോലും ചില കാര്യങ്ങളിൽ ധാരണകളില്ല. ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് കേരള സിലബസിലെ ബുക്കുകളൊക്കെ എടുത്ത് നോക്കണം. ഒരു 6ലും 7ലും മലയാളം പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പരിചിതരായവരല്ല അതിലെ പല പാഠഭാഗങ്ങളും എഴുതിയവർ. അതുകൊണ്ട് തന്നെ അതിലൊന്നും പ്രത്യേകിച്ച് ഒരു വായനയ്ക്കുള്ള ഒന്ന് വായിച്ചു പോകാമെന്നുള്ളതല്ലാതെ അതിൽ നിന്നൊരു വ്യാകരണമോ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു സാഹിത്യമോ പഠിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. അത് എത്രത്തോളം കുട്ടികളിലെ, അതായത് കുട്ടികളെ ഇവരുദ്ദേശിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് കുട്ടികൾ പോകണം എന്നുണ്ടെങ്കിൽ മിനിമം ഭാഷയെക്കുറിച്ച് എന്തെങ്കിലും അവരറിയണമല്ലോ. അപ്പം അതറിയാതെയുള്ള ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് പെട്ടെന്ന് ഇവരെ കൊണ്ടുവരാനുള്ളൊരു ശ്രമമുണ്ട്. ചിലപ്പം അടിസ്ഥാനപരമായിട്ട് അതിനകത്തൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ അത് കൊണ്ടുപോകാം. അതെ. അപ്പം നമ്മൾ ബേസിക്കലി ഞാൻ ഫോക്കസ് ചെയ്ത 2 കാര്യങ്ങൾ, ഒന്ന് ഫുഡ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആയെന്ന് ഞാൻ പറയും. കാര്യം എന്നാന്ന് വെച്ചാൽ ഒരാൾ നല്ല ജോലി ചെയ്യുന്നു, മറ്റുള്ളവർ നന്നായിട്ട് പഠിക്കുന്നു. 3 ചെറിയൊരു മോനുണ്ട്, അവൻ 6ൽ പഠിക്കുന്നു. അവന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഹിന്ദിയും മലയാളവും മാത്രമാണ്. മൊത്തം 4 പേരാണല്ലേ? മൊത്തം 4 പേരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഭക്ഷണ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ കൊടുത്തതുകൊണ്ട് അവരിപ്പോൾ എന്നെ ചിലപ്പോൾ വഴക്കൊക്കെ പറയാറുണ്ട്, ഉമ്മച്ചി ഞങ്ങളെ സെൻസിറ്റീവ് ആക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ചിലതൊന്നും പറ്റില്ല. അതങ്ങനെയാണ് ബോഡി. നമ്മൾ ഒരു കാര്യം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോഡി അതിന് യൂസ്ഡ് ആവും. ഓക്കെ. പക്ഷേ അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പാടില്ല, ഉണ്ട്. പക്ഷെ അത് നമ്മൾ അറിയിച്ചു തരുന്നുണ്ട്. അത് അറിയിച്ചു തരുന്ന സമയത്ത് നമ്മൾ അതിനെ കെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം പിന്നെ ബോഡി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ സൈൻ അങ്ങോട്ട് കുറയ്ക്കും. പിന്നെ നമ്മൾ അതിനകത്ത് യൂസ്ഡ് ആവും. പിന്നീട് ഒരു ബോംബ് പൊട്ടുന്ന പോലെ പല പ്രശ്നങ്ങൾ നമുക്ക് ഉടലെടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സിട്രസിൻ, എല്ലാവരും തുമ്മൽ വരുമ്പോഴേ ഒരു സിട്രസിൻ കഴിക്കും. പാരസെറ്റമോൾ ഒരു പനി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭക്ഷണം ചിലർക്ക് ഒരിക്കലും അവരുടെ ഒരു ഫുഡ് ഹാബിറ്റൊന്നും മാറ്റാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ ഇതൊക്കെ കഴിക്കുള്ളൂ. ശരി, നിങ്ങളിത് കഴിക്കുന്നു. നിങ്ങളിത് കഴിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു അസുഖം വരുന്നു. നിങ്ങൾ ആ അസുഖത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. അതായത് നമ്മൾ വളരെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു വരുന്നു, നമ്മുടെ വയറിന് അസ്വസ്ഥത വരുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു അൻറ്റാസിഡ് കഴിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ നമ്മളൊരു ഈനോ എടുത്ത്, ചിലർ അങ്ങനെയാണ് കഴിക്കും. അപ്പം അതല്ലെങ്കിൽ KFCയും ഇതുമെല്ലാം കഴിച്ചിട്ട് സ്പ്രൈറ്റ് അല്ലെങ്കിൽ കൊക്കോകോള എടുത്ത് കുടിക്കുന്നു. ഇത് നിങ്ങൾ എത്ര നാൾ ചെയ്യും? കാര്യം നിങ്ങൾക്ക് വാർണിംഗ് സൈൻ ഓൾറെഡി തരികയാണ്, നിങ്ങളുടെ വയറ് ശരിയല്ല. 75% ഓഫ് അവർ ഹെൽത്ത് ഡിപ്പെൻഡ്സ് ടു ഗട്ട്. 75 എന്ന് പറയാൻ പറ്റില്ല, മോർ ദാൻ 80 എന്ന് വേണേൽ പറയാം. അപ്പോൾ അടിസ്ഥാനപരമായി നല്ല ഭക്ഷണം കൊണ്ട് മാത്രമേ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റൂ എന്നുള്ളതിൽ തർക്കമില്ല. കാര്യം നമ്മളിപ്പോൾ ഈ റീസെൻ്റ്ലി പത്രവാർത്തകളിലെല്ലാം നിറഞ്ഞത് എന്താണ്? നമ്മുടെ സിസ്റ്റം എററാണ്. എന്ത് സിസ്റ്റമാണ് എറർ എന്ന് പറയുന്നത്? നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം എററാണ്. എന്തിൽ? പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിലെ, അല്ലേ? പക്ഷെ നമ്മുടെ സിസ്റ്റം ശരിയാണോ? ഇപ്പം ഇൻഡിവിജ്വൽസിനെ എടുത്ത് നോക്കിയാൽ വെദർ ദെയർ സിസ്റ്റം ഈസ് ഓക്കെ, നമ്മളൊന്ന് നോക്കിക്കുക. ഇപ്പം എൻ്റെ സിസ്റ്റം ശരിയാണോ എന്ന് ആർക്കാണ് അറിയാൻ പറ്റുന്നത്? എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. എൻ്റെ സിസ്റ്റം ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പലതും കഴിക്കുന്നതും ജീവിതശൈലി മാറ്റാതെ തുടരുന്നതും. അതെ അല്ലേ? അതെ.
അപ്പോൾ ആദ്യം ആര് മാറണം? ഒരു സമൂഹം ആരോഗ്യകരമായി പോകണമെങ്കിൽ ബേസിക്കലി നമ്മൾ വ്യക്തികൾ മാറണം. അപ്പോൾ എന്നോട് ആദ്യം നൂർജഹാൻ ചോദിച്ചതുപോലെ എങ്ങനെ പരാജയപ്പെട്ടു അല്ലേ? നാച്ചുറൽ എഡിബിൾസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ഞാനൊരു സമയത്ത് നിർത്തി. നോട്ട് ബിക്കോസ് ഇപ്പോൾ എനിക്കൊരു ഇൻവെസ്റ്റർ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. ഇൻവെസ്റ്ററെയൊക്കെ ഞാൻ തപ്പി കിട്ടുമായിരുന്നു. ആളുകൾ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ഇവിടുത്തെ പ്രബലരായ ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റിന് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് 100% ഉറപ്പാണ് അവർ തുടരില്ല. ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ഇൻവെസ്റ്റേഴ്സ് തുടരില്ല. കാര്യം ഇതിനങ്ങനെ ഒരു മാജിക്ക് കാണിച്ചിട്ട് കൊണ്ടുവന്ന് നമുക്ക് ഒരു ലാഭം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് ഞാൻ എടുക്കുന്നതെല്ലാം ഡയറക്റ്റ് ഫ്രം ഫാമേഴ്സ് ആയിരുന്നു. എനിക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല, ഒരു മീഡിയേറ്റർ ഇല്ല, ഒന്നുമില്ല. ഞാൻ പോയി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫാമേഴ്സിൻ്റെ അടുത്തുനിന്നായിരുന്നു ഞാൻ പ്രൊഡക്റ്റ് എടുത്തു. അപ്പോൾ അത് വാങ്ങാൻ ആര് തയ്യാറാവണം? വ്യക്തികൾ തയ്യാറാവണം. ഒരു വ്യക്തി ഒരു ദിവസം ഇത് കഴിച്ചാൽ മതിയോ? ഇതൊരു ഹാബിറ്റായി മാറുന്നില്ല അല്ലേ? നമ്മൾ പിള്ളേരെ ബൂസ്റ്റ് കുടിപ്പിക്കുന്നു, ഹോർലിക്സ് കുടിപ്പിക്കുന്നു, ബോൺവിറ്റ കുടിപ്പിക്കുന്നു. പണ്ടൊരു മാൾട്ടോവ ഉണ്ടായിരുന്നു. കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ കുഴപ്പമാണെന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ കുടിച്ചു കഴിഞ്ഞു ഇല്ലേ? അപ്പം നമ്മുടെ ഒരു ഹാബിറ്റിൽ എവിടെയും പ്രയോറിറ്റിയിൽ എവിടെയും നമുക്ക് സെൽഫായിട്ട് അത് തോന്നുന്നില്ല ഇല്ലേ? ഞാൻ നല്ല ഭക്ഷണം കഴിക്കണം, അതിനാകുന്ന പൈസ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം കണ്ടിട്ടില്ലേ പെട്ടെന്ന് മെലിയുന്ന സിസ്റ്റം? ആരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലേ? എല്ലാവരും പെട്ടെന്ന് ആർട്ടിസ്റ്റുടെ ഖുഷ്ബുവിൻ്റെ ഒക്കെ ഒരു പെട്ടെന്നുള്ള ഒരു മേക്ക് ഓവർ. ഇപ്പം നമുക്ക് ഖുഷ്ബു എങ്ങനെ മെലിഞ്ഞു എന്നുള്ളത് ഡയറക്റ്റ്ലി അറിയില്ല. പക്ഷേ അവരുടെ ക്രേവിങ്സിനെ കുറയ്ക്കുന്ന ഒരുപാട് ഇഞ്ചെക്ഷൻസ് ഉണ്ട് ഇപ്പം. മനസ്സിലായോ? അതായത് ഇപ്പം ചിലർക്ക് ടെൻഷൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കണം അല്ലേ? ചിലർ പറഞ്ഞിട്ടുണ്ട് ഞാൻ രാത്രി ടെൻഷൻ അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്നു, സ്ട്രെസ് ഈറ്റിംഗ് പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്രേവിങ്സിനെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ വലിയ തുകയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നവരുണ്ട്. ഇഞ്ചക്ഷൻസ് ഒക്കെ ഒരു കുഴപ്പമില്ലാതെ എടുക്കുന്നേ. പക്ഷെ അവരോട് നമ്മളൊരു 2 നേരം കരിക്ക് വാങ്ങിച്ചു കുടിക്കാൻ പറ്റാൻ അവർക്കത് പറ്റുകയെന്ന് പറയും. ഏറ്റവും നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റാണ് ഇളനീര് എന്ന് പറയുന്നത്. ഇത് ബോഡിയെ നല്ല പ്യൂരിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യോ അതിന് ഒരു ദിവസം 80 രൂപ വേണമെന്ന് പറയും. ബട്ട് ഇതിന് വില്ലിങ് ആണ് അവർ. ശരീരത്തിൽ നടത്തുന്ന എന്ത് പരീക്ഷ, മനുഷ്യനെ പോലെ ശരീരത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ജീവജാലം വേറെ ഇല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ അവനവനെ പോലും തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ അല്ലേ? അപ്പോൾ ഭക്ഷണം, വിദ്യാഭ്യാസവും ഭക്ഷണവും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല ഇപ്പം നിലവിൽ അല്ലേ? നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് അവൻ എന്ത് കഴിച്ചു എന്ന് ചോദിക്കുമ്പം ഭക്ഷണം കഴിച്ചോ ഇല്ലയോ, അവൻ്റെ ആരോഗ്യവും അവൻ്റെ സ്വഭാവവുമായിട്ട് അവൻ്റെ ഭക്ഷണത്തിന് ബന്ധമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ?